ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് TCP/IP മോഡൽ. TCP/IP മോഡൽ. അപ്പം TCP/IP മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലെയേർഡ് നെറ്റ്വർക്കിംഗ് ഫ്രെയിംവർക്ക് ആണ്. അപ്പൊ ഇവിടെ ഡേറ്റ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു നെറ്റ്വർക്കിലൂടെ എങ്ങനെ ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനിപ്പോ നമ്മൾ ISO/ISI മോഡൽ പഠിച്ച പോലെ തന്നെ നമുക്ക് കുറെ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലെയേർഡ് നെറ്റ്വർക്കിംഗ് ഫ്രെയിംവർക്ക് ആണ് TCP/IP മോഡൽ. TCP/IP മോഡലിന് നമുക്ക് 4 ലെയേഴ്സ് ആണുള്ളത്. നെറ്റ്വർക്ക് ആക്സസ് ഓർ ലിങ്ക് ലെയർ, ഇന്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. അപ്പം പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അതായത് ISO/ISI മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 7 ലെയേഴ്സ് ആണുള്ളത്. ഓക്കെ, ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെക്ഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. അപ്പം ആ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സെന്ററിൽ നിന്ന് റിസീവറിലോട്ട് ഡേറ്റ പോകുമ്പോൾ നമ്മൾ വർക്കിംഗ് എങ്ങനെ പറയണം? ആപ്ലിക്കേഷൻ ലെയർ തൊട്ട് ഫിസിക്കൽ ലെയർ വരെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് പറയുന്നത്. കാരണം എന്താ? നമ്മുടെ വെബ് ഇന്റർഫേസോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനോ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളത് ആർക്കാണ്? ആപ്ലിക്കേഷൻ ലെയറിനാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് നേരെ ISO/ISI മോഡലിന്റെ ആപ്ലിക്കേഷൻ ലെയറിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. ഓക്കെ, ദെൻ അത് പ്രസന്റേഷൻ ലെയറിലെത്തി, ദെൻ സെക്ഷൻ ലെയർ, ദെൻ ട്രാൻസ്പോർട്ട് ലെയർ, ദെൻ നെറ്റ്വർക്ക് ലെയർ, ദെൻ ഡേറ്റ ലിങ്ക് ലെയർ, ഫൈനലി ഫിസിക്കൽ ലെയർ. ഓക്കെ, ഇനി നമ്മുടെ TCP/IP പ്രോട്ടോകോൾ വരുമ്പോൾ ഓർ TCP/IP മോഡലില് ഇതും ഒരു ലെയർഡ് നെറ്റ്വർക്ക് ഫ്രെയിംവർക്ക് തന്നെയാണ്. ഇവിടെ 4 ലെയേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ഇന്റർനെറ്റ് ലെയർ, നെറ്റ്വർക്ക് ആക്സസ് ഓർ ലിങ്ക് ലെയർ. TCP/IP മോഡൽ എന്താണ്? ഒരു ലെയേർഡ് നെറ്റ്വർക്കിംഗ് ഫ്രെയിംവർക്ക് ആണ്. ഇവിടെ ഒരു നെറ്റ്വർക്കിലെ രണ്ട് ഡിവൈസസ് തമ്മിൽ എങ്ങനെയാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അവര് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് റിലയബിൾ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ നടത്തുന്നത്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലെയേർഡ് നെറ്റ്വർക്കിംഗ് ഫ്രെയിംവർക്ക് ആണ് TCP/IP മോഡൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഓരോ ലെയേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നതാണ് ആപ്ലിക്കേഷൻ ലെയർ. ഈ ആപ്ലിക്കേഷൻ ലെയർ ആണ് നമ്മുടെ TCP/IP മോഡലിന്റെ ഏറ്റവും ടോപ്പ് ലെയർ. അപ്പൊ ഇവിടെ നമ്മുടെ വെബ് ബ്രൗസേഴ്സ്, ഇമെയിൽ ക്ലയൻസ്, അതുപോലെ തന്നെ ഫയൽ ഷെയറിംഗ് ടൂൾസ്, ഇതെല്ലാം നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ TCP/IP മോഡലിന്റെ ടോപ്പ് ലെയർ ആണ്. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻസ്, വെബ് ബ്രൗസേഴ്സ്, ഇമെയിൽ ക്ലയൻസ്, അതുപോലെ തന്നെ ഫയൽ ഷെയറിംഗ് ടൂൾസ് ഒക്കെ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷനിലാണ്. അപ്പൊ ഇവിടെ നമ്മുടെ യൂസർ ആപ്ലിക്കേഷൻസും ലോവർ നെറ്റ്വർക്ക് ലെയേഴ്സും തമ്മിലുള്ള ബ്രിഡ്ജ് ആയിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ ആക്ട് ചെയ്യുന്നത്. അതായത് എന്താണ് ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണ്. യൂസർ, ഇപ്പൊ നമ്മൾ ഗൂഗിൾ എടുത്തു, യൂസർ ഒരു ക്വറി കൊടുത്തു. ഓക്കെ, അപ്പൊ ആ ക്വറി പ്രോസസ് ചെയ്യണം. അപ്പൊ ഈ യൂസറിന്റെ ആപ്ലിക്കേഷനും ഈ നെറ്റ്വർക്ക് ലെയറിലെ ഏറ്റവും ലോവർ നെറ്റ്വർക്ക് ലെയറും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർഫേസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. അപ്പൊ ഇവിടെ ഒത്തിരി പ്രോട്ടോകോൾസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HTTP, FTP, SMTP, ഓക്കെ, DNS. അപ്പൊ HTTP എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. SMTP എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതുപോലെ തന്നെ DNS, ഡൊമൈൻ നെയിം സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രോട്ടോകോൾസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി വർക്ക് ചെയ്യുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. അതുപോലെ നമുക്ക് പറയാം ഇവിടെ ഡേറ്റ ഫോർമാറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡേറ്റ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ സെൻഡറും ഉണ്ട് റിസീവറും ഉണ്ട്. സെൻഡർ എന്ത് സെൻഡ് ചെയ്താലും അത് റിസീവറിന് മനസ്സിലാവണം.
ഓക്കെ, അപ്പൊ സെൻട്രൽ പ്രോപ്പർ ആയിട്ട് ഡാറ്റ ഫോർമാറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. ദെൻ എൻക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ. അതുപോലെ തന്നെ നമുക്ക് ഓൺഗോയിങ് കണക്ഷൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സെക്ഷൻസ് മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, എന്നിട്ട് ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഡാറ്റ ഇവിടെ സേഫ് ആയിട്ട് എത്തി, നമുക്കൊരു അക്നോളജ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സെക്ഷൻ ടെർമിനേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള സെക്ഷൻസ് മാനേജ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. അപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് പ്രോട്ടോകോൾസ് ആണ് നമ്മൾ പഠിച്ചത്, TCP പ്രോട്ടോകോളും UDP പ്രോട്ടോകോളും. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, UDP എന്ന് പറയുന്നത് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഓക്കെ, TCP എന്തായിരുന്നു? TCP എന്തായിരുന്നു? TCP എന്ന് പറയുന്നത് എറേഴ്സ് ചെക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഡാറ്റ എവിടെയെങ്കിലും ലോസ് ആയെങ്കിൽ അതിനെ റീസെന്റ് ചെയ്യാനും നമ്മൾ ഒരു റിലയബിൾ ആയിട്ടുള്ള ടെക്നിക് ആയിരുന്നു TCP. UDP എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു, കണക്ഷൻ ലെസ് ആണ്, അതുപോലെ തന്നെ നോൺ റിലയബിൾ ആയിരിക്കും UDP. ഓക്കെ, ഈ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട് ലെയർ നമുക്കിപ്പോ രണ്ട് ഡിവൈസ് തമ്മിൽ ഡേറ്റ സെൻഡ് ചെയ്യാണ്. അപ്പൊ അതിലെ ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റിലയബിലിറ്റി എൻഷുർ ചെയ്യാനും അല്ലെങ്കിൽ ഡാറ്റയുടെ എഫിഷ്യന്റ് ഡെലിവറി എൻഷുർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ സെഗ്മെന്റേഷൻ മാനേജ് ചെയ്യാനും ആ ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന്റെ ഓർഡറിങ് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ എന്തെങ്കിലും ലോസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ റീട്രാൻസ്മിഷൻ നമുക്ക് എന്ത് ചെയ്യാം, റീട്രാൻസ്മിഷൻ നമുക്ക് അലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ആ റീട്രാൻസ്മിഷൻ ഒക്കെ ആവശ്യമാണെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ വരുന്നത്. ട്രാൻസ്പോർട്ട് ലെയറിൽ നമുക്ക് സെൻഡ് ചെയ്യേണ്ട മെസ്സേജ് ഒത്തിരി വലിയ ലാർജ് മെസ്സേജസ് ആണെങ്കിൽ നമ്മൾ അതിനെ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ റീഅസംബിൾ ചെയ്ത് ഡെസ്റ്റിനേഷനിലോട്ട് പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യും. ദെൻ അത് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിയുമ്പോൾ നമ്മൾ റീഅസംബിൾ ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടോകോൾ ആണുള്ളത്, TCP പ്രോട്ടോകോളും UDP പ്രോട്ടോകോളും. TCP പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എറേഴ്സ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഡാറ്റ എന്തെങ്കിലും ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റീസെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ കറക്റ്റ് ഓർഡർ എൻഷുർ ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് TCP ഉള്ളത്. ഇനി UDP എന്ന് പറയുന്നത് എന്താണ്? UDPയുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലോ ലേറ്റൻസി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ എറർ ചെക്കിംഗ് ഒന്നുമില്ല. ഓക്കെ, എറർ ചെക്കിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ അത് റിലയബിൾ അല്ല എന്ന് പറയുന്നത്. അതുപോലെ കണക്ഷൻ ലെസ് ഡെലിവറിയാണ് UDP പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ട്രാൻസ്പോർട്ട് ലെയർ. അപ്പം ഇവിടെ എന്താണ്, ഒരു ഡേറ്റ ഫ്ലോ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം റിസീവർ ഓവർവെൽംഡ് ആവില്ല. ഓക്കെ, അപ്പൊ അതാണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പോ ഒരു നെറ്റ്വർക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് അലോ ചെയ്യാം. ബട്ട് നമ്മൾ എന്ത് ചെയ്യും? പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്യും. അതാണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റ ഡെലിവറി പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്? സെഗ്മെന്റേഷൻ വരുന്നുണ്ട്, ഓർഡറിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എറേഴ്സ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ റീട്രാൻസ്മിഷൻ അലോ ചെയ്യും. ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് പ്രോട്ടോകോൾസ് ആണ് വരുന്നത്, TCP UDP. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, UDP എന്ന് പറഞ്ഞാൽ യൂസർഗ്രാം ഡാറ്റ പ്രോട്ടോകോൾ. TCP എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓറിയന്റഡ് അതുപോലെ തന്നെ റിലയബിൾ പ്രോട്ടോകോൾ ആണ്. അത് നോട്ട് ചെയ്യണം, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, UDP എന്നത് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്, അതുപോലെ തന്നെ നോൺ റിലയബിൾ ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. TCPയുടെ ഫുൾ ഫോം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, UDPയുടെ യൂസർഗ്രാം ഡാറ്റ
യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്റർനെറ്റ് ലെയർ. ഇന്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡേറ്റ പാക്കറ്റ്സിന് നമ്മൾ അഡ്രസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ പാക്കേജിങ്, അതിന്റെ റൂട്ടിങ്, ഇതെല്ലാം പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയർ ആണ് ഇന്റർനെറ്റ് ലെയർ. നമ്മൾ കറക്റ്റ് ആയിട്ട് അഡ്രസ്സ് കൊടുത്താലും അതുപോലെ തന്നെ കറക്റ്റ് റൂട്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഏത് റൂട്ടിൽ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താലാണ് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഡേറ്റ എന്ന് പറയുന്നത് പല നെറ്റ്വർക്സിലൂടെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് പാസ് ചെയ്യാം. ഇന്റർനെറ്റ് ലെയറിൽ നമ്മൾ അഡ്രസ്സിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പാക്കേജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റൂട്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മള് നമ്മുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ കൊടുക്കുകയാണ്. അത് ആ ഫ്രണ്ടിന്റെ ഹോം അഡ്രസ്സ് ലെറ്ററിന് പുറത്തുണ്ടെങ്കിൽ മാത്രമേ ലെറ്റർ കറക്റ്റ് ആയിട്ട് അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ആ പാക്കറ്റ് സെൻട്രൽ നിന്നും റിസീവറിലോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ അഡ്രസ്, ഓക്കെ, അതിന്റെ IP അഡ്രസ് കറക്റ്റ് ആയിട്ട് കൊടുത്താലേ ആ പാക്കറ്റ് കറക്റ്റ് റിസീവറിലോട്ട് ഡെലിവർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ IP അഡ്രസ് അലോട്ട് ചെയ്യുക, ദെൻ അല്ലെങ്കിൽ IP അഡ്രസ് അസൈൻ ചെയ്യുക, ദെൻ പാക്കേജിങ് പെർഫോം ചെയ്യുക. അതായത് നമ്മുടെ ലാർജ് പാക്കറ്റ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്മോൾ പാക്കറ്റ്സ് ആക്കണം. അതുപോലെ തന്നെ റൂട്ടിങ് പെർഫോം ചെയ്യുക. റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് പല പാത്തിലൂടെ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. റിസീവറിലോട്ട് നമുക്ക് പല പാത്തിലൂടെ പോവാം. ബട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യുക, അതാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ബെസ്റ്റ് പാത്ത് ചൂസ് ചെയ്ത് ആ പാത്തിലൂടെ ഡാറ്റ പാക്കറ്റ്സിനെ റൂട്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഇന്റർനെറ്റ് ലെയറിലെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ അതാണ് ഓരോ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സോഴ്സ് ഡിവൈസിനെയും ഡെസ്റ്റിനേഷൻ ഡിവൈസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി IP അഡ്രസ് അസൈൻ ചെയ്യും. ദെൻ നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പാത്ത് ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഇന്റർനെറ്റ് ലെയറിൽ വെച്ചിട്ട് നമ്മുടെ ഡേറ്റ പാക്കറ്റ്സിനെ, ഒത്തിരി വലിയ ഡാറ്റ പാക്കറ്റുകളാണെങ്കിൽ അതിനെ സ്മോളർ ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ ഇതിനെ നമ്മളൊന്ന് റീഅസംബിൾ ചെയ്യും. ഓക്കെ, ഇതാണ് ഇന്റർനെറ്റ് ലെയർ. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, IP, ദെൻ ICMP, അതുപോലെ തന്നെ ARP. അപ്പൊ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഉണ്ട്, ദെൻ എറർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ICMP പ്രോട്ടോകോൾ ഉണ്ട്, അതുപോലെ തന്നെ അഡ്രസ് റെസൊല്യൂഷന് വേണ്ടിയിട്ട് ARP പ്രോട്ടോകോൾ ഉണ്ട്. ഓക്കെ, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. ദെൻ ഇനി നെക്സ്റ്റ് ആണ് നെറ്റ്വർക്ക് ആക്സസ് ഓർ ലിങ്ക് ലെയർ. ഫോർത്ത് ലെയർ ആണ് നെറ്റ്വർക്ക് ആക്സസ് ഓർ ലിങ്ക് ലെയർ. ഈ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡേറ്റ നമ്മൾ ഫിസിക്കലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് എന്താണ്, നമുക്ക് ഒത്തിരി ഹാർഡ്വെയറും അതുപോലെ തന്നെ കേബിൾ, സ്വിച്ചസ്, വയർലെസ് കണക്ഷൻസ് ഇതെല്ലാം ആവശ്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഹാർഡ്വെയറിലൂടെ, അതായത് ഹാർഡ്വെയർ വഴി, അതായത് കേബിൾസ്, സ്വിച്ചസ്, വയർലെസ് കണക്ഷൻസ് ഒക്കെ വഴി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ ഫിസിക്കലായിട്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫിസിക്കൽ ട്രാൻസ്മിഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ, നെറ്റ്വർക്ക് ആക്സസ് ലെയർ അല്ലെങ്കിൽ ലിങ്ക് ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മള് നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ ഡേറ്റ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നത്, ആ കറക്റ്റ് രീതിയിൽ ഡേറ്റ ഫോർമാറ്റ് ചെയ്ത് നമ്മുടെ പാത്തിലൂടെ ഡേറ്റ സെൻഡ് ചെയ്യും. അപ്പൊ അത് ഡെസ്റ്റിനേഷനിൽ എത്തി എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ നമുക്ക് ഫിസിക്കൽ മീഡിയാസ് ഉണ്ട്, അതുപോലെ തന്നെ വയർലെസ് മീഡിയാസ് ഉണ്ട്. അപ്പൊ ഫിസിക്കൽ മീഡിയാസ് യൂസ് ചെയ്താലും, അതായത് കേബിൾസ്, സ്വിച്ചസ്, ഫൈബർ ഒപ്റ്റിക്സ് ഇതൊക്കെ യൂസ് ചെയ്താലും അല്ലെങ്കിൽ വൈഫൈ യൂസ് ചെയ്താലും ഡേറ്റ ട്രാൻസ്മിഷന്റെ ആ ഫിസിക്കൽ ഡേറ്റ
ഫിസിക്കൽ ഡാറ്റ ട്രാൻസ്മിഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്? റോ ബിറ്റ്സ് ആയിട്ടായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, it sends and receives raw bits over the physical media like Ethernet cables, fiber optics or Wi-Fi. ഓക്കെ, ഇവിടെ നമ്മൾ ഫിസിക്കൽ മീഡിയ അല്ലെങ്കിൽ വൈഫൈ വഴി ഡേറ്റ റോ ബിറ്റ്സ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഡേറ്റയെ നമ്മൾ ഫ്രെയിംസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രെയിംസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ പ്രോപ്പർ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈസസിന് ഡേറ്റ പ്രോപ്പർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് ചെക്സം അല്ലെങ്കിൽ CRC യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് സെയിം നെറ്റ്വർക്ക് സെഗ്മെന്റിലുള്ള ഡിവൈസസിനെ ഐഡന്റിഫൈ ചെയ്യാം. ഹാർഡ്വെയർ അഡ്രസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം നെറ്റ്വർക്ക് സെഗ്മെന്റിലുള്ള ഡിവൈസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ എന്താണ് കൊളീഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മുടെ മൾട്ടിപ്പിൾ ഡിവൈസ് ഉണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ഡിവൈസ്, അതായത് സെയിം ഫിസിക്കൽ മീഡിയത്തിൽ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസ് എങ്ങനെയൊക്കെയാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസ് എങ്ങനെയാണ് സെയിം ഫിസിക്കൽ മീഡിയം ഷെയർ ചെയ്യുന്നത്, ഓക്കെ, അതെല്ലാം മനസ്സിലാക്കി നമുക്ക് കൊളീഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. അപ്പം ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, ISO OSI മോഡലില് 7 ലെയേഴ്സ് ആണുള്ളത്, TCP/IP മോഡലില് 4 ലെയേഴ്സ് ആണുള്ളത്. ഇനി ISO OSI മോഡലില് 7 ലെയേഴ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ഓർഡറിൽ നമ്മൾ പഠിക്കണം. ആപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, സെക്ഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. ഇനി അടുത്തതാണ് നമ്മുടെ TCP/IP മോഡൽ. TCP/IP മോഡലില് 4 ലെയേഴ്സ് ആണുള്ളത്. ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ഇന്റർനെറ്റ് ലെയർ, നെറ്റ്വർക്ക് ആക്സസ് ലെയർ. നെറ്റ്വർക്ക് ആക്സസ് ലെയറിന്റെ മറ്റൊരു പേരാണ് ലിങ്ക് ലെയർ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്. TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു പ്രത്യേക ഒരു പ്രോട്ടോകോൾ അല്ല, ബട്ട് എന്താണ്, ഒരു കോംപ്രഹെൻസീവ് സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, TCP/IP protocol suite is a comprehensive set of communication protocols that governs how data is packetized, addressed, transmitted, routed, and reassembled across network. Okay, അതായത് ഡേറ്റ എങ്ങനെയാണ് പാക്കറ്റ് ആക്കുന്നത്. ഓക്കെ, ഡേറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡേറ്റ ഇപ്പൊ ഒത്തിരി വലിയ ഡേറ്റ ആണെങ്കിൽ, ഒത്തിരി വലിയ മെസ്സേജ് ആണെങ്കിൽ നമ്മൾ അതിനെ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പാക്കറ്റൈസ്ഡ് ആക്കുന്നത്, എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്, ഡേറ്റ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റൂട്ട് ചെയ്യുന്നത്, ദെൻ റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് റീഅസംബിൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി എന്താണ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിന്റെ ഒക്കെ ഒരു കളക്ഷൻ ആണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി ഈ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്, പ്രോട്ടോകോൾ എന്താണ്? റൂൾസ് ആണ്. ഓക്കെ, പ്രോട്ടോകോൾ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? റൂൾസ് ആണ്. അപ്പൊ TCP/IP പ്രോട്ടോകോൾ എന്തിനാണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, സെർവേഴ്സ്, അതുപോലെ തന്നെ IoT ഹാർഡ്വെയർ, ഇതൊക്കെ പബ്ലിക് ഇന്റർനെറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അലോ ചെയ്യുന്നത്? അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ റൂൾസ് ആണ് ഈ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്. ഓക്കെ, TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രോട്ടോകോൾ അല്ല, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് foundational rules that allow
millions of devices, smartphones, laptops, servers, IoT hardware to communicate over both the public internet and private networks. ഓക്കെ, ഇനി നമ്മൾ പ്രോട്ടോകോൾ സ്യൂട്ടിന്റെ വർക്കിംഗ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ബ്രേക്സ് ഡേറ്റ ഇൻടു പാക്കറ്റ്സ്. സെക്കൻഡ് വൺ, അഡ്രസ് ഈച്ച് പാക്കറ്റ്. തേർഡ് വൺ, റൂട്ട്സ് പാക്കറ്റ്സ് അക്രോസ് നെറ്റ്വർക്ക്സ്. ഫോർത്ത് വൺ, റീഅസംബിൾസ് ഡേറ്റ അറ്റ് ദ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ബ്രേക്സ് ഡാറ്റ ഇൻടു പാക്കറ്റ്സ്. അതായത് നമുക്ക് ഒത്തിരി വലിയ ലാർജ് ഡേറ്റ ആണെങ്കിൽ നമ്മൾ അതിനെ പല പല ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ പാക്കറ്റിലും സോഴ്സ് ഇൻഫോർമേഷനും ഡെസ്റ്റിനേഷൻ ഇൻഫോർമേഷനും ടാഗ് ചെയ്യും. ഡേറ്റ ഒത്തിരി വലിയ ലാർജ് ഡേറ്റയാണ്, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആ ഡേറ്റയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു യൂണിറ്റ്സ് ആക്കാം. അങ്ങനെ ഓരോ യൂണിറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഡേറ്റ പാക്കറ്റ്. അതിനുശേഷം അപ്പൊ നമ്മൾ ഡേറ്റ പാക്കറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓരോ പാക്കറ്റിലും നമ്മൾ സോഴ്സ് ഇൻഫർമേഷനും ഡെസ്റ്റിനേഷൻ ഇൻഫർമേഷനും ടാഗ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പില് എന്താ ചെയ്യുന്നത്? അഡ്രസ്സസ് ഈച്ച് പാക്കറ്റ്. ഓക്കെ, അതായത് നമ്മളിവിടെ ഓരോ പാക്കറ്റിനും IP അഡ്രസ് അലോട്ട് ചെയ്യും, അല്ലെ അസൈൻ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കാം? ഓരോ പാക്കറ്റിനും IP അഡ്രസ് അസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? അതായത് ഓരോ പാക്കറ്റും നമ്മളെ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ പാക്കറ്റിന്റെ അത് ലേബിൾ ചെയ്തിട്ടുണ്ടാവും, അത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മള് IP അഡ്രസ് അസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പാക്കറ്റിന്റെ സോഴ്സ് ഇൻഫർമേഷനും ഡെസ്റ്റിനേഷൻ ഇൻഫർമേഷനും നമുക്ക് അതിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അല്ലെ? അടുത്തതാണ് റൂട്ട്സ് പാക്കറ്റ്സ് അക്രോസ് നെറ്റ്വർക്ക്സ്. അതായത് നമ്മളിപ്പം ഡേറ്റനെ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, then ഓരോന്നിനും IP അഡ്രസ് അസൈൻ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പല പല നെറ്റ്വർക്ക് ഡിവൈസസിനെ പറ്റി നമ്മൾ പഠിച്ചു. നമുക്ക് റൂട്ടേഴ്സ് ഉണ്ട്, ഗേറ്റ്വേസ് ഉണ്ട്. ഇതെല്ലാം ഈ പാക്കറ്റിനെ എന്താണ് നമുക്ക് ഏത് ഡെസ്റ്റിനേഷനിലോട്ടാണോ വിടേണ്ടത്, ഓക്കെ, ആ ഡെസ്റ്റിനേഷനിലെ നെറ്റ്വർക്കിലോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ റൂട്ട്സ് പാക്കറ്റ്സ് അക്രോസ് നെറ്റ്വർക്ക്. then reassembles data at the destination. നമ്മൾ പറഞ്ഞു സെൻട്രൽ നിന്നും പല പല പാക്കറ്റുകളായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഈ പാക്കറ്റ് നമ്മൾ IP അഡ്രസ് അസൈൻ ചെയ്തതിന് ശേഷം നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്ത് കൊടുത്തു. നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്ത് കൊടുത്തത് ഡെസ്റ്റിനേഷനിലെത്തി. ഡെസ്റ്റിനേഷനിൽ എന്ത് ചെയ്യണം? ഇതിനെല്ലാം കൂടി നമ്മളൊന്ന് റീഅസംബിൾ ചെയ്യണം. ഓക്കെ, നെറ്റ്വർക്കില് നമ്മൾ ഡേറ്റയെ കറക്റ്റ് ആയിട്ട് റീഅസംബിൾ ചെയ്യണം. അപ്പൊ ഡേറ്റനെ റീഅസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമുക്ക് കറക്റ്റ് ഒരു 10 പാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ഈ 10 പാക്കറ്റ്സിനെ കറക്റ്റ് ആയിട്ട് റീഅസംബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഡേറ്റ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റിസീവർ എന്ത് ചെയ്യും? റിസീവിംഗ് ഡിവൈസ് എന്ത് ചെയ്യും? എല്ലാ പാക്കറ്റിനെയും കളക്ട് ചെയ്യും, എന്നിട്ട് അത് കറക്റ്റ് ഓർഡറിലാക്കും, എന്നിട്ട് അതിൽ നിന്നും ഒറിജിനൽ ഡേറ്റ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കും. ഓക്കെ, ഇതാണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിൽ നടക്കുന്നത്. Okay, so the suite does 4 things. Which are the 4 things? First, it will break the data into packets, then assign IP address to each packet, then routes the packets across networks, and reassemble the data at the destination. Okay, അപ്പൊ നമ്മള് ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് TCP/IP എന്ന് പറയുന്നത്. എന്താണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറയുന്നത്? അല്ലെ TCP/IP എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിംഗിൾ പ്രോട്ടോകോൾ അല്ല.
മറിച്ച് അതൊരു സ്യൂട്ടാണ്. സ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അകത്ത് ഒരു സെറ്റ് ഓഫ് ലേയേർഡ് പ്രോട്ടോകോൾസ്, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് പ്രോട്ടോകോൾസ് ആണ് വരുന്നത്. അപ്പം ഓരോ പ്രോട്ടോകോളിനും കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഓരോ പ്രോട്ടോകോളും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഒരു സ്പെസിഫിക് പാർട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് TCP/IP പ്രോട്ടോകോളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പ്രോട്ടോകോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും IP ഇന്റർനെറ്റ് പ്രോട്ടോകോളും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ TCP എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തേണ്ട കാര്യം, TCP എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓറിയന്റഡ് റിലയബിൾ പ്രോട്ടോകോൾ ആണ്. IP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. IP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ, TCP-യില് നമ്മൾ എന്താണ് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഓർഡേർഡ് ഡേറ്റ ഡെലിവറി പ്രൊവൈഡ് ചെയ്യാനുമാണ് നമ്മൾ TCP യൂസ് ചെയ്യുന്നത്, അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഇനി IP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തിനാണ് നമ്മൾ IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്? ഓരോ പാക്കറ്റിനും IP അഡ്രസ് അസൈൻ ചെയ്യാം. അപ്പൊ ഇറ്റ് വിൽ ഹാൻഡിൽ ലോജിക്കൽ അഡ്രസ്സിംഗ് ആൻഡ് റൂട്ടിംഗ്. അതാണ് IP അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ് മാനേജസ് റിലയബിൾ TCP എന്ന് പറയുന്നത് ഇറ്റ് മാനേജസ് റിലയബിൾ ഓർഡേർഡ് ഡേറ്റ ഡെലിവറി. IP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇറ്റ് ഹാൻഡിൽസ് ലോജിക്കൽ അഡ്രസ്സിംഗ് ആൻഡ് റൂട്ടിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ TCP/IP പ്രോട്ടോകോളുമായിട്ട് റിലേറ്റ് ചെയ്ത, അല്ലെങ്കിൽ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടും ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. First question, the responsibility of breaking large messages into smaller segments belongs to which TCP/IP layer? Nodi parayam, the responsibility of breaking large messages into smaller segments belongs to which TCP/IP layer? Option A, application layer. Option B, transport layer. Option C, internet layer, and option D, network access layer. Correct answer is option B, transport layer. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മുടെ TCP/IP പ്രോട്ടോകോളിന് എത്ര TCP/IP ലെയേഴ്സ് ഏതൊക്കെയാണ്? 4 ലെയേഴ്സ് ആണുള്ളത്. ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ഇന്റർനെറ്റ് ലെയർ ആൻഡ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാർജ് മെസ്സേജസിനെ സ്മോളർ സെഗ്മെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏത് ലെയറിനായിരുന്നു? ഓക്കെ, ഇപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിനാണ്. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ട്രാൻസ്പോർട്ട് ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ലാർജ് മെസ്സേജസ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ് ബിഫോർ ട്രാൻസ്മിഷൻ. ആപ്ലിക്കേഷൻ ലെയർ എന്താണ്? ആക്ച്വലി നമുക്ക് നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസും നെറ്റ്വർക്ക് സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. ഇനി ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് ഡേറ്റ സെഗ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെ റിലയബിൾ ഡെലിവറി പ്രൊവൈഡ് ചെയ്യാനും ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഇന്റർനെറ്റ് ലെയർ. ഇന്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത് IP അഡ്രസ് അസൈൻ ചെയ്യാം. അപ്പൊ IP അഡ്രസ്സിങ്ങിനും റൂട്ടിങ്ങിനും വേണ്ടിയിട്ടുള്ള ലെയർ ആണ് ഇന്റർനെറ്റ് ലെയർ. ആൻഡ് ഫൈനലി നെറ്റ്വർക്ക് ആക്സസ് ലെയർ, അതായത് നമ്മുടെ ഡേറ്റയെ ഫിസിക്കൽ നെറ്റ്വർക്ക് വഴി പാസ് ചെയ്യുമ്പോൾ അതിന്റെ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെയർ ആണ്, അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയർ ആണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. Okay, next question. Port number 80 is used for dash. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് നെറ്റ്വർക്കിലൂടെ ഡേറ്റ പാസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് പെർഫോം ചെയ്യണം. ഓക്കെ,
അപ്പൊ അതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പോർട്ട് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പോർട്ട് നമ്പർ 80 ആരാണ് യൂസ് ചെയ്യുന്നത്? പോർട്ട് നമ്പർ 80 is used for ഓപ്ഷൻ എ FTP, ഓപ്ഷൻ ബി SMTP, ഓപ്ഷൻ സി HTTP and ഓപ്ഷൻ ഡി DNS. The correct answer is ഓപ്ഷൻ സി HTTP. ഓക്കെ, അപ്പൊ ഓരോ പ്രോട്ടോകോളിനും നമ്മൾ ഓരോ പോർട്ട് നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ട്. HTTP അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് പോർട്ട് 80. അപ്പൊ പോർട്ട് 80 എന്ന് പറയുന്നത് HTTP വെബ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് പോർട്ടാണ്. ഇനി അതുപോലെ ഞാൻ ബാക്കിയുള്ള പ്രോട്ടോകോൾസിന്റെ പോർട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. FTPയുടെ പോർട്ട് നമ്പർ 21, SMTPയുടെ 25, DNSന്റെ 53. ഓക്കെ, അപ്പൊ ഇതും ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, പോർട്ട് നമ്പർ 80 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പോർട്ട് നമ്പർ 80 ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ, കാരണം അത് ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പോർട്ട് നമ്പർ 80 എന്ന് പറയുന്നത് HTTP, FTP എന്ന് പറയുന്നത് 21, SMTP പോർട്ട് 25 and DNS പോർട്ട് 53. Okay, next one, dialog control in the section layer decides. നമ്മൾ സെക്ഷൻ ലെയറിൽ നടക്കുന്നതാണ് ഡയലോഗ് കൺട്രോൾ എന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ അപ്പൊ ഈ ഡയലോഗ് കൺട്രോൾ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? ഡയലോഗ് കൺട്രോൾ ഇൻ ദ സെക്ഷൻ ലെയർ ഡിസൈഡ്സ് ഓപ്ഷൻ എ എറർ കറക്ഷൻ, ഓപ്ഷൻ ബി എൻക്രിപ്ഷൻ മെത്തേഡ്, ഓപ്ഷൻ സി ഹാഫ് ഫോർ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓപ്ഷൻ ഡി റൂട്ടിംഗ് പാത്ത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാഫ് ഓർ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്ഷൻ ലെയർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് രണ്ട് ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ പറയും ഡയലോഗ് മാനേജ് ചെയ്യാം. ഡയലോഗ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതിന്റെ സെയിം മീനിങ് തന്നെയാണ്. രണ്ട് ഡിവൈസ് തമ്മിലുള്ള ഡയലോഗ് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലെയർ ആണ് സെക്ഷൻ ലെയർ. അപ്പം ഈ ഡയലോഗ് കൺട്രോൾ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. അവിടെ നമ്മൾ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണോ അല്ലെങ്കിൽ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണോ നടത്തേണ്ടത്. ഇപ്പൊ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതായത് രണ്ട് ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബട്ട് എന്താണ്, സെയിം ടൈമിൽ രണ്ട് ഡിവൈസിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒറ്റ ടൈമിൽ ഏതെങ്കിലും ഒരു ഡിവൈസേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ്. ഇനി ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് ഡിവൈസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് സൈമിൾട്ടേനിയസ്ലി. സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ട് ഡിവൈസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഡയലോഗ് കൺട്രോൾ ഇൻ ദ സെക്ഷൻ ലെയർ ഡിസൈഡ്സ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹാഫ് ഓർ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ. Okay, next question. Which of the following is a key difference between OSI and TCP/IP model? ശ്രദ്ധിച്ചു നോക്കാം. Which of the following is a key difference between OSI and TCP/IP model? But TCP/IP has more layers than OSI. ഓക്കെ, ആ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം റോങ് ആണ്. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു OSIക്ക് എത്ര ലെയേഴ്സ് ഉണ്ട്? 7 ലെയേഴ്സ് ഉണ്ട്. TCP/IPക്ക് എന്താണ്, അത് നമുക്ക് 4 ലെയേഴ്സേ ഉള്ളൂ. സോ ഓപ്ഷൻ എ റോങ് ആണ്. ദെൻ ഓപ്ഷൻ ബി, OSI was designed before TCP/IP. Next one, option C, OSI is a theoretical framework whereas TCP/IP is practical. And option D, TCP/IP does not support error handling. ഇവിടുത്തെ ക്വസ്റ്റ്യൻ which of the following is a key difference between OSI and TCP/IP model എന്നാണ്. Here the correct answer is option C, that is OSI is a
തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ബട്ട് TCP/IP is പ്രാക്ടിക്കൽ. നമ്മൾ ഓൾറെഡി പഠിച്ചു. OSI എന്ന് പറയുന്നത് എന്താണ്? ISO OSI മോഡല്. എങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അതിന്റെ തിയറട്ടിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ISO പ്രൊവൈഡ് ചെയ്ത ഒരു കൺസെപ്ച്വൽ റെഫറൻസ് മോഡൽ അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ റെഫറൻസ് മോഡലാണ് ഈ OSI മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, TCP/IP എന്താണ്? TCP/IP എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ പ്രോട്ടോകോൾ സ്യൂട്ട് ആണ്. അതായത് നമ്മുടെ ഇന്റർനെറ്റ് പോലെയുള്ള ഒരു റിയൽ വേൾഡ് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ പ്രോട്ടോകോൾ സ്യൂട്ട് ആണ് TCP/IP മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം OSI എന്ന് പറയുന്നത് ഒരു റെഫറൻസ് മോഡൽ, ഒരു കോൺസെപ്റ്റ് തിയറട്ടിക്കൽ റെഫറൻസ് മോഡലാണ് നമ്മുടെ ISO OSI മോഡൽ. TCP/IP എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ പ്രോട്ടോകോൾ സ്യൂട്ട് ആണ്. Which of the following is the key difference between OSI and TCP/IP model? The correct answer is option C. OSI is a theoretical framework, whereas TCP/IP is a practical framework. Next question. IEEE 802.3 standard defines option A token ring, option B CSMA/CD or Ethernet, option C wireless LAN, and option D fiber optic networks. The correct answer is option B CSMA/CD, Ethernet. Okay, അപ്പം ഇവിടെ 802.3 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? IEEE 802.3 എന്ന് പറയുന്നത് ഈതർനെറ്റ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ട്രഡീഷണൽ ഈതർനെറ്റ് ഒക്കെ നമുക്കറിയാം കൊളീഷൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് CSMA മെത്തേഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള CSMA/CD ടെക്നിക്സ് യൂസ് ചെയ്താണ് ട്രഡീഷണൽ ഈതർനെറ്റ് നമ്മുടെ ഒരു ഷെയർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ ആക്സസുകൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പം ഓരോ കാര്യത്തിനും ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ IEEE 802.3 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? CSMA/CD ഓർ ഈതർനെറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും. ഈതർനെറ്റ് ആണെങ്കിലും നമ്മൾ ഈ IEEE 802.3 എന്ന് തന്നെ കൊടുക്കുക. ദെൻ ബാക്കിയുള്ളത് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. IEEE 802.11 എന്ന് പറയുന്നത് വയർലെസ് LAN അല്ലെങ്കിൽ വൈഫൈ. ദെൻ IEEE 802.5 എന്ന് പറയുന്നത് ടോക്കൺ റിങ്ങിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ മൂന്ന് നോട്ട് ചെയ്യാം. IEEE 802.3 എന്ന് പറയുന്നത് ഈതർനെറ്റ്, IEEE 802.11 എന്ന് പറയുന്നത് വയർലെസ് LAN ഓർ വൈഫൈ, IEEE 802.5 എന്ന് പറയുന്നത് ടോക്കൺ റിംഗ്. Okay, the next question. How many layers does the OSI model have compared to the TCP/IP model? Option A 5 layers for OSI, 7 for TCP/IP. Option B 7 layers for OSI, whereas 5 layers for TCP/IP. Option C both have 7 layers and option D both have 5 layers. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ ഫിഗർ ഒക്കെ കണ്ടതാണ്. അപ്പം എന്താണ് OSI മോഡലിന് എത്ര ലേയേഴ്സ് ഉണ്ട്? ടോട്ടൽ 7 ലേയേഴ്സ്. TCP/IP മോഡലിന് എത്ര ലേയേഴ്സ് ഉണ്ട്? 5 ലേയേഴ്സ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ ചില ഫിഗേഴ്സിൽ 4 ലേയേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മാർക്ക് ചെയ്യാം.
അപ്പം കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 7 layers ഫോർ OSI ആൻഡ് 5 ഫോർ TCP/IP. അപ്പം OSI മോഡലിന് 7 layers ആണ്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെക്ഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഇനി TCP/IP മോഡലിന് 5 layers ആണുള്ളത്. ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഇന്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.